റിപ്പോർട്ടർ ടോം കുര്യാക്കോസ്. ടോം, ഈ മണിക്കൂറുകളിലെല്ലാം ഒന്നോ രണ്ടോ ആൾക്കാരോടല്ല ടോം ചോദിച്ചിരിക്കുന്നത്. സമരസമിതിയിലടക്കം വിവിധ ആൾക്കാരോട്, വിവിധ തലത്തിൽപ്പെട്ട ആൾക്കാരോട്, വിവിധ സംഘടനകളിൽപ്പെട്ട ആൾക്കാരോട്, വിവിധ മതങ്ങളിൽപ്പെട്ട ആൾക്കാരോടെല്ലാം ചോദിക്കുന്നു. എല്ലാവരും പറയുന്നത് ഒറ്റ കാര്യമാണ്: ഞങ്ങൾക്ക് ആശങ്കയുണ്ട്, അതിൽ പരിഹാരം ഉണ്ടാകുന്നില്ല, ഈ പരിഹാരം നീണ്ടുപോവുകയാണ്, അതല്ലെങ്കിൽ സർക്കാർ നിലപാട് മാറ്റിയിരിക്കുന്നു. ഈ തരത്തിലുള്ള വിമർശനങ്ങളെല്ലാം ഉയരുമ്പോൾ ഇന്ന് ഈ ക്യാമ്പയിൻ ഇവിടെ പൂർണ്ണമാകുമ്പോൾ ടോം, എങ്ങനെയാണ് ടോം വിലയിരുത്തുക? ഏത് തരത്തിലുള്ള ആശങ്ക ജനങ്ങൾ പ്രകടമാക്കുന്നു? എന്ത് പരിഹാരമാണ്, എന്ത് നിർദ്ദേശമാണ് അവർക്ക് വേണ്ടത്? അപർണ, ഞാനിപ്പോൾ ചപ്പാത്തിന് സമീപം പെരിയാറിന്റെ തൊട്ട് തീരത്താണ് നിൽക്കുന്നത്. ഈ പെരിയാറിന്റെ ഈ വെള്ളം ഒഴുകുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക സൗന്ദര്യമുണ്ട്, ഭംഗിയുണ്ട്. ഇതിന്റെ ശബ്ദം കേൾക്കാൻ തന്നെ ഒരു പ്രത്യേക ഇമ്പമുണ്ട്. പക്ഷേ ഇവിടുത്തെ ആളുകൾക്ക് ഈ പെരിയാറിലെ ഈ വെള്ളച്ചാട്ടത്തിന്റെ, ഈ ഒഴുക്കിന്റെ ഒക്കെ ശബ്ദം കേൾക്കുമ്പോൾ ഇപ്പോൾ ഭയമാണ്. കാരണം കഴിഞ്ഞ കുറെ നാളുകളായി മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമെന്ന ഭയത്തോടെ ജീവിക്കുന്ന ഒരു വലിയ ജനക്കൂട്ടം ഇവിടെയുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ്, അവർ പറഞ്ഞതനുസരിച്ച് ഒരു 4 വർഷം മുൻപ്, അല്ലെങ്കിൽ 2018-2019 കാലയളവിൽ മുല്ലപ്പെരിയാർ ഡാം പൊട്ടി എന്ന രീതിയിലുള്ള ഒരു അഭ്യൂഹങ്ങൾ വലിയ രീതിയിൽ പരന്നു. ആളുകളെല്ലാം ഇവിടുത്തെ തൊട്ട് സമീപത്തുള്ള മലമ്പ്രദേശങ്ങളിലേക്ക് ഓടി രക്ഷപ്പെടാൻ വേണ്ടി, അതായത് പ്രാണനും കൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമമൊക്കെ നടത്തിയെന്ന് പലരും അവരോട് എത്തിയപ്പോൾ പലരും തങ്ങളുടെ ആശങ്കകൾ പങ്കുവച്ചു. ഇപ്പോഴും സമാനമായ രീതിയിൽ വലിയ ആശങ്കയോടെ, ഭയത്തോടെ ജീവിക്കുന്ന ഒരു ജനക്കൂട്ടത്തെയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. അതായത് നാളുകൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം മുല്ലപ്പെരിയാർ സമരസമിതി വീണ്ടും രംഗത്തേക്ക് ഇറങ്ങുന്നതിന്റെ കാഴ്ചയാണ് ഇന്ന് കാണാൻ കഴിഞ്ഞത്. അതായത് ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചൊരു ദിനം. ഈ ദിവസത്തില് രാജ്യമെമ്പാടും വലിയ ആഘോഷം നടത്തുമ്പോൾ ഇവർ ഇന്ന് പട്ടിണി സമരം നടത്തുകയായിരുന്നു, ഉപവാസ സമരം നടത്തുകയായിരുന്നു, സർവ്വമത പ്രാർത്ഥനയായിരുന്നു. രാവിലെ 8 മണിക്ക് തുടങ്ങിയതാണ് ചപ്പാത്തില് ഈ സർവ്വമത പ്രാർത്ഥന. മുല്ലപ്പെരിയാർ സമരസമിതിയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, അത് കേന്ദ്ര കമ്മിറ്റി മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവർ വളരെ സുപ്രധാനമായ ചില തീരുമാനങ്ങളിലേക്ക് കടക്കുകയാണ്. അതായത് ഇതിനു മുൻപ് കേരളം കണ്ട ഏറ്റവും വലിയ ചരിത്ര സമരങ്ങൾക്ക് വേദിയായ ചപ്പാത്ത് ഇന്ന് ചില നിർണായകമായ തീരുമാനങ്ങൾ അവരെടുത്തിരിക്കുന്നു. മുല്ലപ്പെരിയാർ പുതിയ ഡാം വേണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കുന്നു. തിരുവോണ നാളില് വീണ്ടും ഉപവാസ സമരം നടത്തുന്നു. ഈ മുല്ലപ്പെരിയാർ ഡാം കമ്മീഷൻ ചെയ്ത ഒക്ടോബർ 10-ാം തീയതി 129, അതായത് ഈ വരുന്ന ഒക്ടോബർ 10-ന് 129 വർഷമാവുകയാണ് മുല്ലപ്പെരിയാർ ഡാം കമ്മീഷൻ ചെയ്തിട്ട്. അന്നേ ദിവസം 129 സ്ഥലങ്ങളില് മുല്ലപ്പെരിയാർ സമരസമിതിയുടെ നേതൃത്വത്തില് സമരം നടക്കും. മാത്രമല്ല, ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക്, ഇതിനു മുൻപ് 2011 കണ്ടതിന് സമാനമായ രീതിയിലുള്ള ഒരു പ്രത്യക്ഷ സമരം ഉണ്ടാകില്ല, മനുഷ്യച്ചങ്ങല ഉണ്ടാകില്ല. പക്ഷേ ഒരു ജനകീയ പ്രക്ഷോഭം നടത്തുമെന്നവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനു മുൻപ് മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും കേന്ദ്ര സർക്കാരിനെയും ഉൾപ്പെടെ അവർ കണ്ട് തങ്ങളുടെ ആശങ്കകൾ ബോധിപ്പിക്കും. പ്രധാനമായും അവർ ഉന്നയിക്കുന്ന ആവശ്യം ഇതാണ്: അടിയന്തരമായി തന്നെ മുല്ലപ്പെരിയാർ ഡാം പുനർനിർമ്മിക്കണം. അതായത് പുതിയൊരു ഡാം വേണം എന്ന ആവശ്യം. തമിഴ്നാടിന് ജലം, തങ്ങൾക്ക് സുരക്ഷ, മുല്ലപ്പെരിയാറിന്റെ സമീപത്തുള്ളവർക്ക്, മലയാളികൾക്ക് സുരക്ഷ, ഈ ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അതിന് സ്വാഭാവികമായും മുല്ലപ്പെരിയാർ പുതിയ ഡാം പണിയുമ്പോൾ അതിന് ചില കാലതാമസം വരും. ആ ഒരു കാലതാമസത്തേക്ക്, ആ സമയ കാലയളവില് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് താഴ്ത്തണം, 130-ൽ താഴെ ഈ ജലനിരപ്പ് താഴ്ത്തണമെന്നൊരു ആവശ്യം കൂടി അവർ ഉയർത്തുന്നുണ്ട്. എന്തായാലും പലരും വളരെ വൈകാരികമായി പ്രതികരിക്കുന്ന ആളുകളെ കണ്ടു. തങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി, അതായത് കഴിഞ്ഞ 2-3 തലമുറയായി ഇവിടെ ആശങ്കയോടെ ജീവിക്കുന്ന മനുഷ്യർ പറയുന്നു, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഈ നാട്ടില് ഒരു സമാധാനത്തോടെ അവർക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്ന ഒരു വികാരമാണ് അവർ എല്ലാവരും, അതായത് വിവിധ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ടവരും വിവിധ മതവിഭാഗത്തിൽപ്പെട്ടവരും പങ്കുവച്ചത്. വീണ്ടും ഈ മുല്ലപ്പെരിയാർ സമരസമിതി സമരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അവർ വളരെ നിരാശയോടുകൂടി തന്നെയാണ് ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ അവർ പങ്കുവച്ചത്. കാരണം നിരവധി നാളുകളായി തങ്ങൾ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഇടുക്കിയുടെ, കേരളത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ തുടങ്ങിയിട്ട്, പക്ഷെ ഇപ്പോഴും ചെറിയ പ്രതീക്ഷ സംസ്ഥാന സർക്കാരിലാണ്. തമിഴ്നാടുമായി ചേർന്ന് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ഒരു സമവായ ചർച്ച നടത്തി ഈ പ്രശ്നത്തിന് അടിയന്തരമായി തന്നെ ഒരു പരിഹാരം കാണണമെന്ന ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. അപർണ. യെസ്, ടോം കുര്യാക്കോസ് ചപ്പാത്തിന് അടുത്ത് നിന്ന്, പെരിയാറിന്റെ തീരത്ത് നിന്ന് കൂടിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.